എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം പോകുന്നത് ഉഴുവമ്പാറ തൊട്ട് കരിമനാങ്കുഴി വരെയാണ് പോകുന്നത്. നമുക്കറിയാം ഈ റോഡ് 10 കോടി രൂപ മുടക്കി പണിത റോഡാണ്. അതിമനോഹരമായിട്ട് പണിതിരിക്കുന്ന റോഡാണ്. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം എത്ര മനോഹരമായ റോഡാണെന്ന്. അപ്പോൾ നമുക്ക് ഈ റോഡിൽ കൂടെ നമുക്ക് കരിമനാങ്കുഴി വരെ പോയി നോക്കാം. അപ്പോൾ നമ്മുടെ യാത്ര അതിമനോഹരമായ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നേരത്തെ ഈ റോഡിൽ ഭയങ്കര കട്ടറുകളൊക്കെ ആയിരുന്നു. ഇപ്പം നമുക്കറിയാം ഈ റോഡിൽ ഒരു ശകലം പോലും കട്ടറില്ല. ഏകദേശം 10 കോടി രൂപ മുടക്കി പണിത റോഡാണ്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ സൈഡൊക്കെ അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റോഡിൽ കൂടെ നമ്മൾ അധികം സ്പീഡിലൊന്നും പോകാൻ പാടില്ല, ചെറുകെ പോകണം. കാരണം ഈ റോഡ് നല്ല രീതിയിൽ പണിതിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെറുകെ പോവുക. നമ്മളിനി നേരെ നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഇതാണ് ജണ്ടായിക്കൽ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഇവിടെ നല്ല രീതിയിലാണ് ടാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇനി നമ്മൾ ജണ്ടായിക്കലോട്ടാണ്. ജണ്ടായിക്കൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു ജംഗ്ഷനാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് 2 പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇടത് സൈഡിലായിട്ട് കാണുന്ന മലങ്കര കത്തോലിക്ക പള്ളിയാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ റോഡിൻ്റെ ഭംഗി എത്രമാത്രം നല്ലതാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ജണ്ടായിക്കൽ ജ്ഞാനായ പള്ളിയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാകും റോഡ് ഇവിടെ വെള്ളമൊക്കെ ഒലിച്ചു വരുന്നതുകൊണ്ട് റോഡ് പെട്ടെന്ന് പൊളിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഏകദേശം 3 കോടിയിൽ ഇങ്ങനെ 3-4 സ്ഥലത്താണ് 3 കോടി രൂപ മുടക്കിയിരിക്കുന്നത്. കാരണം നല്ല രീതിയിൽ റോഡ് ഉറപ്പിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു 4-5 സ്ഥലത്തുണ്ട് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലങ്ങൾ. അവിടെ ഏകദേശം 3 കോടിയോളം രൂപ ഇവിടെ ചിലവാക്കിയിട്ടുണ്ട്. അങ്ങനെ 3-4 സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ വണ്ടി നിർത്തി നിങ്ങളെ കാണിക്കുക എങ്ങനെയാണ് റോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജണ്ടായിക്കിലോട്ട് വളയുന്നതിൻ്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് നേരെ ഇടത്തോട്ട് പോയാൽ നമ്മുടെ പാറമടയിലോട്ട് എല്ലാം, അതുപോലെ തന്നെ വലത്തോട്ട് പോയാൽ ജണ്ടായിക്കിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ റോഡ് നല്ല രീതിയിൽ ഉറപ്പിച്ചേക്കുവാണ്. കാരണം എന്നിട്ട് അത് അടിപൊളിയായിട്ട് ടാറിങ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം ഏകദേശം 10 കോടി രൂപ മുടക്കിയതിൽ ഏകദേശം ഇങ്ങനെ ഒരു 3-4 സ്ഥലത്താണ് 3 കോടി മുടക്കിയിരിക്കുന്നത്. അപ്പം നമുക്കിനിയും ജണ്ടായിക്കിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ജണ്ടായിക്കൽ ജംഗ്ഷൻ. ഇത് ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടെ നേരെ ഇടത്തോട്ടാ കയറ്റം കയറിപ്പോയത് വലിയോളത്തോട്ടാണ് പോകുന്നത്. നമുക്ക് നേരെ താഴോട്ടാണ് പോകേണ്ടത്. കരിമനാങ്കുഴി വെങ്ങളാങ്കടലോട്ടാണ് പോകുന്നത്.
അപ്പോൾ നമ്മൾ കരിമ്പനാങ്കുഴി റോഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഈ റോഡ് അതിമനോഹരമായ റോഡാണെന്ന് പറഞ്ഞു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര മനോഹരമാണ് ഈ റോഡെന്ന്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അധിക സ്പീഡിലൊന്നും പോകാതിരിക്കുക, കാരണം വളരെ ചെറുതെ പോകുക. കാരണം ഈ റോഡ് അത്ര നല്ലതായതുകൊണ്ട് ആക്സിഡൻ്റ് ഒക്കെ പറ്റാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ചെറുതെ തന്നെ പോവുക. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കരിമ്പനാങ്കുഴി പള്ളിയുടെയൊക്കെ ജംഗ്ഷനിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ റോഡൊക്കെ വെള്ളമൊക്കെ ഒലിച്ചു വന്ന് റോഡൊക്കെ തകർന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം ഇപ്പം നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടുണ്ട്. കാരണം അവിടെയും ഇതുപോലെ തന്നെ നല്ല രീതിയിലാണ്, ഏകദേശം നല്ല രീതിയിൽ തന്നെ കല്ലൊക്കെ ഇട്ട് ഉറപ്പിച്ച് നല്ല രീതിയിലാണ് ടാർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഈ റോഡ് നമുക്കറിയാം ഏകദേശം 10 കോടി രൂപ മുടക്കി പണിത ഒരു റോഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം നല്ലതായിട്ടാണ് ഈ റോഡ് പണിതിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി ഈ ഒരു ഭാഗത്തെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണുമ്പോൾ തന്നെ അറിയാം. കാരണം അത്രമാത്രം മനോഹരമായിട്ടാണ് നമ്മുടെ റോഡ് പണിതിരിക്കുന്നത്. കാരണം ഇനിയിപ്പം ഏകദേശം ഒരു 5 വർഷത്തേക്ക് ഈ റോഡ് പോകാത്ത രീതിയിലാണ് ഇപ്പോൾ പണിതിരിക്കുന്നത്. അപ്പം എത്രയും പേര് ഞങ്ങളുടെ ഈ റോഡ് പണി പൂർത്തിയാക്കി തന്ന എല്ലാ അധികാരികളോടും നന്ദിയും കൂടെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. അപ്പം നന്ദി, നമസ്കാരം.